കേട്ടറ്റ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പാർട്ടിൻ്റെ റെണൈസൻസ് പീരീഡ് എന്ന ആ ഒരു ടോപ്പിക്കാണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഏർലി ലിറ്ററേച്ചർ കവർ ചെയ്തു, ചൗസർ ആൻഡ് ഹിസ് കണ്ടംപററീസ്, ലേറ്റർ മിഡിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, ഇതൊക്കെ കവർ ചെയ്തതാണ്. അപ്പോൾ അത് റെണൈസൻസ് പീരീഡ് എന്ന ആ ഒരു ടോപ്പിക്കാണ് കവർ ചെയ്യാൻ പോകുന്നത്. റെണൈസൻസ് പീരീഡ് എന്ന് പറയുമ്പോൾ അതിൽ എലിസബത്തൻ ഏജ് വരുന്നുണ്ട്. എലിസബത്തൻ ഏജ്, അതുപോലെ ജാക്കോബിയൻ ഏജ്, പ്യൂരിറ്റൻ ഏജ്, ഇങ്ങനെ മൂന്നായിട്ടാണ് റെണൈസൻസ് പീരീഡിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. എലിസബത്തൻ ഏജിലുള്ള കീ ഫിഗേഴ്സ് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് വില്യം ഷേക്സ്പിയർ ആണ്, പിന്നെ വരുന്നത് ക്രിസ്റ്റഫർ മാർലോ, പിന്നെ എഡ്മണ്ട് സ്പെൻസർ. ജാക്കോബിയൻ ഏജ് എന്ന് പറയുമ്പോൾ അതിൽ കീ ഫിഗേഴ്സ് എന്ന് പറയുന്നത് ബെൻ ജോൺസണും ജോൺ ഡണ്ണും ആണ്. പ്യൂരിറ്റൻ ഏജ് അല്ലെങ്കിൽ ലൈറ്റ് റെണൈസൻസ് എന്ന് പറയുന്ന പീരീഡിൽ ജോൺ മിൽട്ടൺ ആണ് ഇമ്പോർട്ടൻറ്റ്. ആദ്യം വില്യം ഷേക്സ്പിയറിൻ്റെ ഇമ്പോർട്ടൻറ്റ് വർക്ക് ചെയ്ത് ചോദിച്ചത് ഹാംലെറ്റ് മാക്ബത്ത് ആണ്. ക്രിസ്റ്റഫർ മാർലോൻ്റെ ഡോക്ടർ ഫോസ്റ്റസ്, എഡ്മണ്ട് സ്പെൻസറിൻ്റെ ഫെയറി ക്യൂന്, ജോൺ മിൽട്ടൻ്റെ പാരഡൈസ് ലോസ്റ്റ്. ആദ്യം വില്യം ഷേക്സ്പിയറിൻ്റെ ലൈഫ് ബാക്ക്ഗ്രൗണ്ട് നോക്കാം. ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത് April 23, 1564 സ്ട്രാറ്റ്ഫോർഡ് എവണിൽ. ഡെത്ത് വരുന്നത് April 23, 1660. വൈഫ് ആരാണ്? അന്ന ഹത്താവയാണ്. കുട്ടികളുടെ പേരാണ് സൂസന്ന, അതുപോലെ ഹാംലെറ്റ്, ജൂദിത്ത് എന്ന് പറയുന്ന 3 കുട്ടികളാണുള്ളത്. ഷേക്സ്പിയർ എത്ര പ്ലേസ് എഴുതിയിട്ടുണ്ട് ചോദിച്ചാൽ 37 പ്ലേസ് ആണ് എഴുതിയിട്ടുള്ളത്. അതിൽ കോമഡീസ്, ട്രാജഡീസ്, ഹിസ്റ്ററീസ് ഒക്കെ വരും. പിന്നെ ടോട്ടൽ സോണറ്റുകൾ എത്ര ചോദിച്ചാൽ 154 പോയംസ് എഴുതിയിട്ടുണ്ട്. ഷേക്സ്പിയറിൻ്റെ ഫേമസ് ആയിട്ടുള്ള പ്ലേ ഏതാ ചോദിച്ചാൽ അത് ഹാംലെറ്റ് ആണ്. ഹാംലെറ്റ് ഏറ്റവും ലോങ്സ്റ്റ് പ്ലേ ആണ്. ഹാംലെറ്റ് എന്ന് പറഞ്ഞ പ്ലേയിൽ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു സോളിലോക്യൂ ഉണ്ട്, ടു ബി ഓർ നോട്ട് ടു ബി എന്ന് പറയുന്ന ഒരു സോളിലോക്യൂ. അർത്ഥം എന്താ? ഒന്നില്ലെങ്കിൽ ആവുക അല്ലെങ്കിൽ ആവാതിരിക്കുക, അതല്ല ടു ബി ഓർ നോട്ട് ടു ബി എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഷേക്സ്പിയറിൻ്റെ കുറച്ച് ട്രാജഡീസ് നോക്കാം. ഹാംലെറ്റ്, മാക്ബത്ത്, റോമിയോ ആൻഡ് ജൂലിയറ്റ്, ഒതെല്ലോ. ഈ വർക്ക്സ് ഒക്കെ പറയുമ്പം അത് നിങ്ങൾ എഴുതി തന്നെ പഠിക്കുക, എന്നാലേ നമുക്ക് എക്സാം എടുക്കുമ്പോൾ അത് ഒന്നും റിവിഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ലിറ്ററേച്ചർ പാർട്ട് നമുക്ക് MCQ ക്വസ്റ്റ്യൻസ് മാത്രം വർക്കൗട്ട് ചെയ്തതുകൊണ്ട് നമുക്ക് കാര്യമില്ല. ഓരോ റൈറ്ററുടെ പേര് എഴുതുക, താഴേക്ക് ഓരോ വർക്ക്സ് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. ഷേക്സ്പിയറിൻ്റെ വർക്ക്സ് വരുന്നത് കിങ് ലെയർ, ജൂലിയസ് സീസർ, ആൻ്റണി ആൻഡ് ക്ലിയോപാട്ര, കൊറിയോലാനസ്, ടിറ്റസ് ആൻഡ്രോണിക്കസ്, ടൈമൺസ് ഓഫ് ഏതൻസ്, ട്രോയിലസ് ആൻഡ് ക്രിസിഡ. ഈ ഷേക്സ്പിയർ എഴുതിയ പോയംസ് ഏതൊക്കെ നോക്കുക. ദ സോണറ്റ്സ്, വീനസ് ആൻഡ് അഡോണൈസ്, ദ റേപ്പ് ഓഫ് യുക്രി, എ ലവേഴ്സ് കംപ്ലൈൻറ്റ്, ദ ഫോണിങ്സ് ആൻഡ് ദ ടേർട്ടിൽ. ഇനി ഷേക്സ്പിയർ എഴുതിയ കോമഡീസ്: എ മിഡ്സമ്മർ നൈറ്റ്സ് ഡ്രീം, ദ മെർച്ചന്റ് ഓഫ് വെനീസ്, മച്ച് അഡോ അബൌട്ട് നത്തിങ്, ആസ് യു ലൈക്ക് ഇറ്റ്, ട്വൽത്ത് നൈറ്റ്, ദ ടെമ്പസ്റ്റ്, ദ ടേമിംഗ് ഓഫ് ദ ഷ്രിയു, ദ കോമഡി ഓഫ് ഫെറോസ്, ദ മെരി വൈവ്സ് ഓഫ് വിൻസർ, ലവ്സ് ലാബോസ് ലോസ്റ്റ്, ആൾ വെൽ ദാറ്റ് എൻഡ്സ് വെൽ, മെഷർ ഫോർ മെഷർ. ഇനി ഷേക്സ്പിയർ എഴുതിയിട്ടുള്ള ഹിസ്റ്ററീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഹെൻറി 4 പാർട്ട് 1 ഉണ്ട്, പാർട്ട് 2 ഉണ്ട്. ഹെൻറി 5 ഉണ്ട്. ഹെൻറി 6 പാർട്ട് 1, പാർട്ട് 2 ആൻഡ് പാർട്ട് 3 എഴുതിയിട്ടുണ്ട്. പിന്നെ റിച്ചാർഡ് 2. അടുത്തത് റിച്ചാർഡ് 3, കിങ് ജോൺ, ഹെൻറി 8, ദ 2 നോബിൾ കിങ്സ്മാൻ. അപ്പോൾ ഷേക്സ്പിയറിൻ്റെ എല്ലാ വർക്ക്സും നമ്മൾ കംപ്ലീറ്റ് ചെയ്തതാണ്. ഇനി എഡ്മണ്ട് സ്പെൻസർ ആണ്. എഡ്മണ്ട് സ്പെൻസറിൻ്റെ ഫെയറി ക്യൂൻ, ദ ഷെപ്പേർഡ്സ് കലണ്ടർ, 2 കാൻഡോസ് ഓഫ് മുട്ടാബിലേറ്റ്, അമോറിറ്റി, എപ്പിതലാമിയോൺ, പ്രോതലാമിയോൺ, ദ റൂയിൻസ് ഓഫ് ടൈം, ദ ടിയേഴ്സ് ഓഫ് ദ മ്യൂസസ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പിക്ചർ രൂപത്തിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ വെറും ഓർത്തിക്കാനുള്ള ഒരു ട്രിക്ക് മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന ഇതുകൾ നിങ്ങൾ കണ്ടുപിടിക്കും. എഡ്മണ്ട് സ്പെൻസറിൻ്റെ മറ്റു വർക്കുകളാണ് ഫൗറഹിംസ്, ഓൾ ക്ലൗഡ്സ് കം ഹോം അഗെയിൻ, കംപ്ലൈൻസ്, ഡാഫ്നൈഡ എന്ന് പറയുന്നത് ഡോഗ്ലസ് ഹവാർഡിൻ്റെ ഇടത്തിൽ മോൺ ചെയ്തിട്ട് എഴുതിയിട്ടുള്ള ഒരു എലജിയാണ്. അടുത്ത വർക്കാണ് ആസ്ട്രോഫിൽ എന്ന് പറയുന്നത് തൻ്റെ എഡ്മണ്ട് സ്പെൻസറിൻ്റെ ഫ്രണ്ട് ആയിട്ടുള്ള ഫിലിപ്പ് സിഡ്നിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു പോയമാണ്. അടുത്തത് വെന്യൂ ഓഫ് ദ പ്രസന്റ് സ്റ്റേറ്റ് ഓഫ് അയർലാൻഡ് എന്നുള്ളത് ഒരു പ്രോസ് വർക്കാണ്. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റൈറ്ററാണ് ക്രിസ്റ്റഫർ മാർലോ എന്നുള്ളത്. റെണൈസൻസ് പീരീഡിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു റൈറ്റർ തന്നെയാണ് ക്രിസ്റ്റഫർ മാർലോൻ്റെ ഡോക്ടർ ഫോസ്റ്റസ്, ടംബർലിൻ ദി ഗ്രേറ്റ്, ദ ജിയോ ഓഫ് മൾട്ട, എഡ്വാർഡ് സെക്കൻഡ്, ഡ്യൂഡോ ക്യൂൻ ഓഫ് കർത്തീജ്, ദ മെസാക്കർ അറ്റ് പാരീസ്. അടുത്തൊരു വർക്കാണ് ഹീറോ ആൻഡ് ലിയാൻഡർ, ദ പാഷനേറ്റ് ഷെഫേർഡ്, ടു ഹിസ് ലവ്. ക്രിസ്റ്റഫർ മാർലോ എഴുതിയുള്ള കുറച്ച് ട്രാൻസ്ലേഷൻസ് ഉണ്ട്, ഒവിഡ് സമോസ് എന്ന് പറയുന്ന. പിന്നെ അടുത്തത് ദ ഫസ്റ്റ് ബുക്ക് ഓഫ് ലൂക്കാൻ. അടുത്ത റെണൈസൻസ് പീരീഡിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റൈറ്റർ തന്നെയാണ് ജോൺഡണിൻ്റെ വർക്ക്സ് നോക്കാം. സോങ്സ് ആൻഡ് സോണറ്റ്സ്, അതൊരു പോയട്രി കളക്ഷനാണ്. ദ ഫ്ലീ, എ വാലഡിക്ഷൻ ഫോർ ബ്രീഡിംഗ് മോർണിംഗ്, ദ സൺ റൈസിംഗ്, ദ ഗുഡ് മോറോ. ജോൺഡൺ എഴുതിയിട്ടുള്ള പ്രോസ് വർക്കുകളാണ് ബയാത്തനറ്റോസ്, സ്യൂഡോ മാരിറ്റയർ, ഇഗ്നാറ്റിസ് ഹിസ് കോൺക്ലാവ്, ഡിവോഷൻസ് അപ്പോൺ എമോജന്റ്, ഒക്കേഷൻസ്, ഡെത്ത്സ് ഡ്യുവൽ. ഇനി വരുന്നത് ഡെത്ത് ബി നോട്ട് പ്രൗഡിൻ്റെ ഹോളി സോണറ്റ് 10 എന്ന് പറയപ്പെടുന്നു. പിന്നെ ബാറ്റർ മൈ ഹേർട്ട് 3% ഗോഡ് എന്ന് പറയുന്ന ഒരു ഹോളി സോണറ്റ് ആണ്. അത് ഹോളി സോണറ്റ് 14 എന്ന് പറയപ്പെടുന്നു. പിന്നെ അടുത്തത് കനനൈസേഷൻ, ദ എക്സ്റ്റസി. ഒക്കെ ജോൺഡണിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കുകളാണ്. ജോൺഡൺ കുറച്ച് ആനിവേഴ്സറി പോയംസ് എഴുതിയിട്ടുണ്ട്. ആൻ അനാട്ടമി ഓഫ് ദ വേൾഡ് എന്ന് പറയുന്നത് ദ ഫസ്റ്റ് ആനിവേഴ്സറി. അടുത്തത് ഓഫ് ദ പ്രോഗ്രസ് ഓഫ് ദ സോൾ എന്ന് പറയുന്നത് ദ സെക്കൻഡ് ആനിവേഴ്സറി, ദ പ്രോഗ്രസ് ഓഫ് ദ സോൾ. അടുത്തൊരു ജോൺഡണിൻ്റെ വർക്കാണ് എയർ ആൻഡ് ഏഞ്ചൽസ്. അടുത്തത് എനക്ടോൺ അപ്പോൺ ലൂസിയസ് ഡേയ്സ്, ഗുഡ് ഫ്രൈഡേ, റൈഡിംഗ് വെസ്റ്റ്വേർഡ്, എ ഹിം ടു ഗോഡ് ദ ഫാദർ, ഹിം ടു ഗോഡ് മൈ ഗോഡ് ഇൻ മൈ സിക്നെസ്. പിന്നെ ജോൺഡൺ കുറച്ച് അലജീസ് എഴുതിയിട്ടുണ്ട്. ടു ഹിസ് മിസ്ട്രസ് ഗോയിങ് ടു ബെഡ്, ദ പെർഫ്യൂംസ് എന്ന് പറയുന്ന 2 അലജീസ്. പിന്നെ മെറ്റം സൈക്കോസിസ്, ഇതും ജോൺഡണിൻ്റെ വർക്കാണ്. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് റൈറ്ററാണ് ബെൻ ജോൺസൻ്റെ എവരി മാൻ ഇൻ ഹിസ് ഹ്യൂമർ, എവരി മാൻ ഔട്ട് ഓഫ് ഹിസ് ഹ്യൂമർ, വാൽപോൺ ഓർ ദ ഫോക്സ്. അടുത്ത വർക്ക് എപ്പിക്കോൺ ഓർ ദ സൈലന്റ് വുമൺ. പിന്നെ ദ ആൽക്കിമിസ്റ്റ്, ബാർത്തലോമ്യൂ ഫെറി, ദ ഡെവിൽ ഈസ് ആൻ ആസ്, സെഗനസ് ഹിസ് ഫാൾ, കാറ്റ്ലിൻ ഹിസ് കോൺസ്പിറസി, മാസ്ക് ഓഫ് ബ്ലാക്ക്നെസ്, ഹിംനെ, ദ മാസ്ക് ഓഫ് ബ്യൂട്ടി, ദ മാസ്ക് ഓഫ് ക്യൂൻസ്, ഒബ്രോൺ ദ ഫെയറി പ്രിൻസ്. അടുത്ത വർക്കാണ് എപ്പിഗ്രാംസ്, ദ ഫോറസ്റ്റ്, അണ്ടർവുഡ്, മൈ ഫസ്റ്റ് സൺ, ടിംബർ ഓർ ഡിസ്കവറീസ് മെയ്ഡ് അപ്പോൺ മെൻ ആൻഡ് മാറ്റർ,
ബെൻ ജോൺസന്റെ മറ്റു പ്ലേസ് ആണ് എ ടെയിൽ ഓഫ് ഇറ്റ് അപ്പ്, ഐസിൽ ഓഫ് ഡോഗ്സ്. ഐസിൽ ഓഫ് ഡോഗ്സ് എന്നുള്ളത് തോമസ് നാഷയുമായിട്ട് എഴുതിയിട്ടുള്ള ഒരു കോമഡിയാണ്. ദി കേസ് ഈസ് ആൾട്ടേർഡ്, സിന്ധിയാസ് റിവൽസ്. അടുത്ത ബെൻ ജോൺസന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ബുക്കാണ് ദ പോയറ്റാസ്റ്റർ. പിന്നെ ഈസ്റ്റ്വാർഡ് ഹോ എന്നുള്ളത് ജോർജ് ചാപ്മാനുമായിട്ട് എഴുതിയിട്ടുള്ള ഒരു കോറിട്ടൺ ചെയ്തിട്ടുള്ള ഒരു വർക്കാണ്. ദി ചാപ്പിൾ ഓഫ് ന്യൂസ്, ദ ന്യൂ ഇൻ ദ മാഗ്നറ്റിക് ലേഡി, സാഡ് ഷെഫേർഡ്. അടുത്തത് പ്ലഷർ റീകൺസിൽഡ് ടു വിർച്യൂ, ടു ദ മെമ്മറി ഓഫ് മൈ ബിലവഡ് ദ ഓതർ മിസ്റ്റർ വില്യം ഷേക്സ്പിയർ. വില്യം ഷേക്സ്പിയറിന് വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ള ഒരു എലജിയാണ്, ഫേമസ് ആയിട്ടുള്ള ഒരു എലജിയാണ് ടു ദ മെമ്മറി ഓഫ് മൈ ബിലവഡ് ദ ഓതർ മിസ്റ്റർ വില്യം ഷേക്സ്പിയർ. ബെൻ ജോൺസന്റെ വില്യം ഷേക്സ്പിയറിന് വേണ്ടിയിട്ടുള്ള ബെൻ ജോൺസന്റെ എലജി ഏതാണെന്ന് ചോദിച്ചാൽ ടു ദ മെമ്മറി ഓഫ് മൈ ബിലവഡ് ദ ഓതർ മിസ്റ്റർ വില്യം ഷേക്സ്പിയർ. അത് എന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊരു പ്രധാനപ്പെട്ട ഒരു റൈറ്റർ തന്നെയാണ് ജോൺ മിൽട്ടൺ. ജോൺ മിൽട്ടൻ്റെ നമുക്കറിയാം പാരഡൈസ് ലോസ്റ്റ്, പാരഡൈസ് റിജൈൻഡ്, സാംസൺ അഗൈൻസ്റ്റ് ചേസ്, ഓൺ ദ മോർണിംഗ് ഓഫ് ക്രിസ്ത്യൻ ആക്ടിവിറ്റി, ലെലിഗ്രാൻ സ്പെൻസർ ഓസോ. പിന്നെ വരുന്നത് ക്യാമൂസ്, പിന്നെ ലിസിഡസ് എന്ന് പറയുന്നത് തൻ്റെ നഷ്ടപ്പെട്ട ഒരു ഫ്രണ്ട് എഡ്വാർഡ് കിങ് ഉണ്ടായത്. അപ്പോൾ എഡ്വാർഡ് കിങ്ങിന് വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ള ഒരു പാസ്റ്റോറൽ എലജിയാണ്. അദ്ദേഹത്തിൻ്റെ മരണത്തിൽ വിലപിച്ചിട്ട് എഴുതിയിട്ടുള്ളതാണ്. അടുത്ത ജോൺ മിൽട്ടൺ എഴുതിയ കുറച്ച് പ്രോസുകളാണ് അരപ്പജറ്റിക്ക, ദ ടെന്യൂർ ഓഫ് കിങ്സ് ആൻഡ് മജിസ്ട്രേറ്റ്സ്, ഓഫ് എഡ്യൂക്കേഷൻ, ആൻ എസ്സേ ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ്, ദ ഡോക്ട്രിൻ ആൻഡ് ഡിസിപ്ലിൻ ഓഫ് ഡൈവോഴ്സ്, ഡി ഡോക്ട്രിന ക്രിസ്ത്യാന. നമ്മൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലുള്ള ഒരു പീരീഡിനെ കുറിച്ച് പഠിക്കുമ്പോൾ ആ പീരീഡിലുള്ള എല്ലാ റൈറ്റേഴ്സിനെയും മാക്സിമം പഠിക്കാൻ നോക്കുക. മറ്റത് നമ്മൾ ഒരു പീരീഡിലുള്ള ഒരു റൈറ്ററിനെ പഠിച്ചു, മറ്റു പീരീഡിലുള്ള വേറൊരു റൈറ്ററിനെ പഠിച്ചു, അങ്ങനെ മിക്സാക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്താൽ മാർക്ക് കിട്ടണമെന്നില്ല. അടുത്തൊരു റൈറ്ററാണ് ജോൺ വെബ്സ്റ്റർ. ജോൺ വെബ്സ്റ്ററിൻ്റെ ദ വൈറ്റ് ഡെവിൽ, ദ ഡച്ചസ് ഓഫ് മാൽഫി, ദ ഡെവിൽസ് ലോ, അപ്പിയസ് ആൻഡ് വിർജീനിയ, തോമസ് വ്യാട്ട്, എനിത്തിങ് ഫോർ എ ക്വയറ്റ് ലൈഫ്, ദ ഫെയർ മെയ്ഡ് ഓഫ് ദ ഇൻ, ദ മാൽക്കണ്ടന്റ്, സീസേഴ്സ് ഫാൾ. പിന്നെ ടു ഹാർപ്പീസ്, ലേഡി ജെയിൻ, എ മോനുമെൻ്റൽ കോളം, ഓവർബറീസ് ക്യാരക്ടേഴ്സ്. പിന്നെ വെസ്റ്റ്വാർഡ് ഹോ, നോർത്ത്വാർഡ് ഹോ. അപ്പോൾ ഈ വെസ്റ്റ്വാർഡ് ഹോ, നോർത്ത്വാർഡ് ഹോ എന്നുള്ളത് തോമസ് ഡെക്കറുമായിട്ട് എഴുതിയിട്ടുള്ള ഒരു വർക്ക്സാണ്. പിന്നെ എ ക്യൂർ ഫോർ എ കുക്കോൾഡ്, ദ ട്രാഷ്യൻ വണ്ടർ, ജോൺ വെബ്സ്റ്റർ എഴുതിയിട്ടുള്ള ഒരു വേഴ്സാണ്. മോനുമെൻറ്റ്സ് ഓഫ് ഹോണർ, ഫ്യൂണറൽ ഡിർജ്. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് റൈറ്ററാണ് ഫിലിപ്പ് സിഡ്നിയുടെ ദ കൗണ്ടസ് ഓഫ് പെംബ്രോക്സ് ആർക്കേഡിയ. ദ കൗണ്ടസ് ഓഫ് പെംബ്രോക്സ് ആർക്കേഡിയ എന്നുള്ളത് തൻ്റെ സിസ്റ്റർ ആയിട്ടുള്ള മേരി സിഡ്നിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള പോയമാണ്. പിന്നെ വരുന്നത് ആസ്ട്രോ ഓഫ് ലാൻഡ് സ്റ്റെല്ല, ദ ഡിഫൻസ് ഓഫ് പോയസി. ദ ഡിഫൻസ് ഓഫ് പോയസിനെ അപ്പോളജി ഫോർ പോയട്രി എന്ന് അറിയപ്പെടുന്നു. പിന്നെ ദ ഓൾഡ് ആർക്കേഡിയ, ദ ന്യൂ ആർക്കേഡിയ, ഫോർട്രസ് ഓഫ് പെർഫെക്റ്റ് ബ്യൂട്ടി, ലെറ്റർ ടു ക്യൂൻ എലിസബത്ത് I, എ ഡിസ്കോഴ്സസ് ഇൻ ഡിഫൻസ് ഓഫ് ദ ഏൾ ഓഫ് ലൈസെസ്റ്റർ. പിന്നെ ദ ലേഡി ഓഫ് മെയ് എന്നുള്ളത് ക്യൂൻ എലിസബത്ത് Iന് വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ള ഒരു വർക്കാണ്. സർട്ടൈൻ സോണറ്റ്സ്, ദ സാംസ് ഓഫ് ഡേവിഡ്. അടുത്തൊരു റൈറ്ററാണ് തോമസ് മോറിൻ്റെ യൂട്ടോപ്പിയ, ദ ഹിസ്റ്ററി ഓഫ് കിങ് റിച്ചാർഡ് III, എപ്പിഗ്രാംസ്, ദ ലൈഫ് ഓഫ് പിക്കോഡെല്ല മിറാൻഡലോ. പിന്നെ ലൈഫ് ഓഫ് ജോൺ പിക്കേഴ്സ്, ലൂസിയാന ഡിയാലോഗി, Supplication of Souls, The Apology of Sir Thomas More, Treatise on the Passion, Instructions and Prayers, Epigrammata. പിന്നെ Responsio and Lutherum, A Dialogue Concerning Heresies, The Confutation of Tyndale's Answer, A Dialogue of Confront Against Revelation, De Tristitia Christi. പിന്നെ റണൈസൻസ് പീരീഡിൽ വരുന്ന ഒരു പ്രോസ് റൈറ്ററാണ് ഫ്രാൻസിസ് ബേക്കൺ എസ്സേയിലാണ് ഫേമസ് ആയിട്ടുള്ളത്, നമുക്കറിയാം. ദ അഡ്വാൻസ്മെൻറ്റ് ഓഫ് ലേണിംഗ്, നോവം ഓർഗാനം, ന്യൂ അറ്റ്ലാന്റിസ്, ഹിസ്റ്ററി ഓഫ് ലൈഫ് ആൻഡ് ഡെത്ത്. അടുത്തത് ഡി ഓഗ്മെൻറ്റി സയൻഷ്യാറം, Instauratio Magna, The History of the Reign of King Henry VII, The Great Instauration, Sylvia Sylvarum. അപ്പോൾ ഇതൊക്കെയാണ് ഫ്രാൻസിസ് ബേക്കൻ്റെ വർക്കുകൾ. ഓരോ പീരീഡിലെയും ഏത് റൈറ്ററെ കുറിച്ചിട്ട് ഏത് റൈറ്റേഴ്സിൻ്റെ വർക്ക്സാണ് ചോദിക്കുകയെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇത് ഒരു ബുക്ക് എടുത്തിട്ട് എല്ലാതും ലിസ്റ്റ് ഔട്ട് ചെയ്യുക, കാണാതെ പഠിക്കുക. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഓപ്ഷൻസിൽ തന്നിട്ടുള്ള റൈറ്റേഴ്സിനെ അറിയുന്ന ആൾക്കാരെ നമ്മൾ എലിമിനേറ്റ് ചെയ്യുക. ഇന്ന ആളുടെ വർക്ക്സൊക്കെ എനിക്കറിയാലോ, അപ്പോൾ അതാവില്ല ഇതിൻ്റെ റൈറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ പോസ് ചെയ്തിട്ട് എല്ലാം എഴുതിയെടുക്കുക. ഓക്കെ, അപ്പം ലിറ്ററേച്ചറിൽ ആണ് നമ്മൾ കേട്ടിട്ട് കാറ്റഗറി 3 സ്കോർ ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ളതെന്നാണ് തോന്നുന്നത്. അപ്പോൾ എഴുതിയെടുക്കല്ലാതെ വഴിയില്ല. ഓർത്ത് വയ്ക്കാനുള്ള കോഡുകൾ ഉണ്ടാക്കി വയ്ക്കുക എന്നുള്ളതാണ്.